ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഈ ഒരു സംഭവമാണ് കേട്ടോ കണ്ടത്. നമ്മളെ വീട്ടിലിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊരു പൂച്ചയും പൂച്ചക്കുട്ടികളും ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് നോക്കുമ്പോൾ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പം എണീറ്റത്. നോക്കുമ്പോൾ ഒരു പൂച്ചനെ നായ പിടിച്ചിരിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തള്ളപ്പൂച്ച അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ അതിനെ കടിക്കുക എന്തോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി തിന്നുകയാണോ എന്താണോ എന്നറിയില്ല. തള്ളപ്പൂച്ച പൊതുവെ കുട്ടികൾ തിന്നുക എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. കാടൻ പൂച്ചയൊക്കെ തിന്നുന്നൊക്കെ അമ്മ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിട്ട്, അത്രയും ദിവസം നമ്മളെ വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് നല്ല അങ്ങനെ ഒരു സാഡായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ കണ്ടത്. അങ്ങനെ ഞാൻ അത് നോക്കി. അപ്പം പറഞ്ഞു ആ പൂച്ച അവിടെ നിന്ന് മാറിയാൽ നമുക്ക് എടുത്ത് കുഴിച്ചിടാമെന്ന് പറഞ്ഞു കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് ചെന്ന് നോക്കുമ്പോൾ പൂച്ച അവിടെ നിന്ന് പോയിക്കണ്. പൂച്ച എന്നിട്ട് പാടെ ഓട്ടോറിക്ഷയുടെ അടിയിൽ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുട്ടീനെ കാണാനില്ല കേട്ടോ. അതിനെ വല്ല കാക്ക എന്തോ കൊണ്ടുപോയി തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ബിസ്മക്കുട്ടി എണീറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. ആൾക്ക് മേലൊക്കെ ചൂട് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ തടവി കൊടുക്കുമ്പോൾ ആ സുഖത്തിൽ ഇങ്ങനെ കിടക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് ഓട്ടദോശയാണ്. ചിലവർ ഇതിനെ കലക്ക് ദോശ, നീർദോശ എന്നൊക്കെ പറയും കേട്ടോ. പിന്നെ കോഴിമുട്ടക്കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇസ്മക്കുട്ടിയുടെ ഡോക്ടറെയും കൂടി കാണിക്കേണ്ട ദിവസമാണ്. 5 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് മഗ്‌രിബിൻ്റെ നേരത്താണ് കേട്ടോ, നോമ്പറക്കണ സമയത്താണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ജ്യൂസും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് കയ്യിൽ വെച്ചിട്ട് പോവാം. ചായയും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കാം. എന്നിട്ട് പിന്നെ ഫ്രൂട്ട്സും ജ്യൂസൊക്കെ ഒന്നും കയ്യിൽ വെക്കാം. എന്നിട്ട് അങ്ങനെ പോകാമെന്നൊക്കെ പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പോൾ ദോശ അങ്ങനെ ഉണ്ടാക്കി വെച്ചു. കോഴിമുട്ടക്കറിക്കുള്ള സവാളൊക്കെ അരിഞ്ഞ് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ കോഴിമുട്ട ഞാൻ മുന്നേ തന്നെ കുക്കറിൽ വേവിച്ചെടുത്തു. കുക്കറിലാകുമ്പോൾ ഒറ്റ വിസിലിൽ കാര്യം കഴിയും കേട്ടോ. അങ്ങനെ നന്നായി സവാള വാടണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ മുട്ടക്കറിക്ക് ടേസ്റ്റ് വരിക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വെള്ളൂറിയ പോലെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വഴറ്റി തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേപ്പിലയും മസാലപ്പൊടികളൊക്കെ ഇട്ട് പിന്നെ മുട്ട പുഴുങ്ങിയതും കൂടി ഇട്ടെടുത്ത് നമ്മളെ മുട്ടക്കറി റെഡിയിട്ടാണ്. അപ്പോൾ അത്ര പണി നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പൊരിയും പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സമയം ഉണ്ടായിരുന്നില്ല മെയിനായിട്ട്. അപ്പോൾ നമ്മളങ്ങനെ ദോശയും മുട്ടക്കറിയും പിന്നെ തേങ്ങാപ്പാൽ കുറച്ചെടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, പുതിന ജ്യൂസ് അടിച്ചു. പിന്നെ അതുപോലെ തന്നെ മാങ്ങ ഉണ്ടായിരുന്നു. നല്ല പഴുത്ത മാങ്ങയല്ല, കുറച്ച് മൂത്ത മാങ്ങയായിരുന്നു. അപ്പോൾ അതും പഞ്ചസാരയും കുറച്ച് പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതും ജ്യൂസ് അടിച്ചു. പിന്നെ കുറച്ച് ചക്കരമത്ത, ഈത്തപ്പഴം അങ്ങനത്തെ അത് രണ്ടും തന്നെ അങ്ങനെ നമ്മളൊരു പാത്രത്തിലാക്കിയിട്ട് കയ്യിൽ വെച്ചു കേട്ടോ. അപ്പോൾ നോമ്പ് തുറക്കാനായിട്ട് ഈ 2 ജ്യൂസും ഈ ഫ്രൂട്ട്സും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയത് ഒരു 6:15 ആകുന്ന സമയത്താണ്. നമ്മളൊരു 7:30 ആകുമ്പോഴത്തേനും തിരിച്ചു വന്നു കേട്ടോ. അങ്ങനെ തിരിച്ചു വന്നതിന് ശേഷമാണ് നമ്മൾ ഓട്ടദോശയും മുട്ടക്കറിയൊക്കെ കഴിച്ചത്. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. 2 ദിവസം കൂടി ആ മരുന്ന് കൊടുക്കാനായിട്ട് പറഞ്ഞു കേട്ടോ. ഇൻഫെക്ഷനൊക്കെ നന്നായി കുറവുണ്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ 2 ദിവസം കൂടി ആ മരുന്ന് കൊടുത്തിട്ട് നിർത്തിക്കോളാനായിട്ട് പറഞ്ഞു. പനിയൊക്കെ ഇപ്പോൾ നല്ല കുറവുണ്ട് കേട്ടോ ആൾക്ക്. മെയിനായിട്ട് ഇസ്മക്കുട്ടിക്ക് ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് പിന്നെ തണുത്ത വെള്ളം അതിൽ നിന്നൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നോമ്പൊക്കെ ആയ കാരണം നമ്മളും ഫ്രൂട്ട്സാണ് കഴിക്കുക. അതുപോലെ അവരും ഇത് മുറിച്ച് വെച്ച് കണ്ടില്ല, അവർക്കും വേണം. അപ്പോൾ അവർ കരഞ്ഞാലും ചോദിച്ചാലും നമ്മൾ കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ വന്നിട്ടുള്ളൊരു ഇൻഫെക്ഷനും കാര്യങ്ങളും പനിയൊക്കെ ആയിരുന്നു ആൾക്ക്. അപ്പോൾ ഈ 5 ദിവസത്തെ മരുന്ന് കഴിച്ചപ്പോൾ തന്നെ ആൾക്ക് നല്ല കുറവുണ്ട്. അപ്പോൾ 2 ദിവസം കൂടി ആ മരുന്ന് കൊടുത്തിട്ട് നിർത്തിക്കോളാനായിട്ടാട്ടോ പറഞ്ഞത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക. അങ്ങനെ നമ്മൾ ഓട്ടദോശ കഴിച്ച്, ഓട്ടദോശയും തേങ്ങാപ്പാലും പിന്നെന്താ കോഴിമുട്ടക്കറിയൊക്കെ കൂട്ടിയിട്ട് ഓട്ടദോശയൊക്കെ കഴിച്ചിട്ട് ഇസ്മക്കുട്ടിക്കും ഞാൻ ഓട്ടദോശ കൊടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അതും കഴിച്ചു കേട്ടോ. ഇപ്പോൾ ഫുഡൊക്കെ ഒരുവിധം കഴിക്കൽ തുടങ്ങി. ആദ്യം ഒട്ടും കഴിച്ചിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്.